പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ്സിൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. അതിൽ ഒന്നാമത്തത് എംപ്റ്റി സെറ്റ്സ് ആണ്. എംപ്റ്റി സെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യം അല്ലേ, ഒന്നുമില്ലാത്തതെന്നാണ്. അപ്പോൾ എന്തായിരിക്കും എംപ്റ്റി സെറ്റ്? ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല എങ്കിൽ അതിനെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുക. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് എംപ്റ്റി സെറ്റ്. എന്താണ്? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് പോലും അതിലുണ്ടാവില്ല. ഈ എംപ്റ്റി സെറ്റിന് വേറെയും കുറേ പേരുകളുണ്ട്. ഒരു പേരെന്താണ്? നൾ സെറ്റ്. മറ്റൊരു പേരെന്താണ്? വോയിഡ് സെറ്റ്. അപ്പോൾ എംപ്റ്റി സെറ്റിനെ നൾ സെറ്റ് എന്ന് വിളിക്കാറുണ്ട്, വോയിഡ് സെറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എംപ്റ്റി സെറ്റ് എന്താണ്? ഒരു സെറ്റിൽ ഒരു എലമെൻസും ഇല്ല എങ്കിൽ. എപ്പോഴും ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവലപ്പോഴാണ് എക്സാമ്പിൾ കൂടി പറയുമ്പോഴാണ്. നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നു. എന്താണ് ബി എന്ന് പറയുന്ന സെറ്റ്? X such that X is a student presently studying in both classes 10th and 11th. അല്ലേ, ഇത് ഏത് ഫോമാ? റോസ്റ്റർ ഫോമാണോ സെറ്റ് ബിൽഡർ ഫോമാണോ? ഇത് ഏതാണ്? കണ്ടീഷൻ തന്ന അല്ലേ, അഥവാ സെറ്റ് ബിൽഡർ ഫോമാണ് അല്ലേ. അപ്പോൾ ഇതിൽ എലമെന്റ്സ് പറയില്ല, കണ്ടീഷൻ പറയും. എന്താണ് ഇതിൽ ഒരു അംഗമാവാനുള്ള ക്വാളിഫിക്കേഷൻ? എന്താണ്? എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ ഒരു അംഗമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലുള്ള എലമെന്റുകൾക്കുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണ്? എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ എലമെന്റ് +1 സ്റ്റുഡൻറ്റും ആയിരിക്കണം, 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റും ആയിരിക്കണം. ഈ സെറ്റിൽ എത്ര പേരുണ്ടാവും എന്ന് ആലോചിക്കുക. ഇതിൽ കുട്ടികൾ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? 10ലും 11ലും ഒരേ സമയം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല, ഇല്ല. അപ്പോൾ ഇതെന്തല്ല? സെറ്റല്ല. അപ്പോൾ ഇതൊരു എംപ്റ്റി സെറ്റിന് എക്സാമ്പിളാണ്. എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി 2 സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമുക്ക് സാധാരണ പരിചയമുള്ള ഫൈ അല്ലേ, അത് തന്നെയാണ് നൾ സെറ്റിന് ഉപയോഗിക്കുക. മറ്റൊന്ന് ഈ സെറ്റിൻ്റെ ആ ബ്രാക്കറ്റില്ലേ, അതേ ബ്രാക്കറ്റ് കൊടുക്കുക, ഉള്ളിൽ എലമെൻസ് ഒന്നും ഉണ്ടാവില്ല, ഉള്ളിൽ എലമെൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 സിമ്പിളിൽ ഏതിനുപയോഗിക്കാം? എംപ്റ്റി സെറ്റിന് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് എംപ്റ്റി സെറ്റാണോ അല്ലയോ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. A equal to x such that 1 less than x less than 2, x is a natural number. എന്താണ്? എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 2ൻ്റെയും ഇടയിലും ആയിരിക്കണം. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ x² - 2 = 0 എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. പിന്നെയോ അതൊരു റാഷണൽ നമ്പറും ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. x is an even prime number greater than 2. ഇനി ഒന്നാമത്തെ നോക്കുക. നൾ സെറ്റ് ആണോ അല്ലേ? ഒന്നാമത്തത് എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ഒരു കണ്ടീഷൻ. രണ്ടാമത്തതോ 1ൻ്റെയും 2ൻ്റെയും ഇടയിലായിരിക്കണം. 1ഉം 2 പെടോ? ഇല്ല, കാരണം ലെസ് ദാൻ അല്ലേ. അപ്പോൾ 1ഉം 2 പെടും അതിൻ്റെ ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിന് സെറ്റ്, അതിൽ എലമെൻ്റ് ഇല്ല. അപ്പോൾ എന്താണത്? നൾ സെറ്റ് ആണ്. രണ്ടാമത്തെ നോക്കാം. x² - 2 = 0. അതിൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചത്. x² - 2 = 0 സൊല്യൂഷൻ എന്താ? -2 അപ്പുറത്ത് പോയാൽ x² = 2 എന്നല്ലേ. അപ്പോൾ എക്സ് എന്താ? +or- √2 എന്ന് കിട്ടും അല്ലേ. ഈ √2 എന്ന് പറഞ്ഞ നമ്പർ ഏതാ? റാഷണൽ നമ്പർ ആണോ? അല്ല. പിന്നെന്താ? ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഏതാ? ഒന്ന് +√2 മറ്റൊന്ന് -√2 ആണ്. പക്ഷേ ഇവിടെ കണ്ടീഷൻ ഇതാണ്, x² - 2 = 0ൻ്റെ സൊല്യൂഷനും ആയിരിക്കണം, അതോടൊപ്പം തന്നെ ആ സൊല്യൂഷൻ റാഷണൽ നമ്പറും ആയിരിക്കണം. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഇതിൽ എലമെൻ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? x² - 2 = 0ൻ്റെ സൊല്യൂഷന് ഉണ്ട്, പക്ഷെ അത് ഇറാഷണൽ സൊല്യൂഷനാണ്. റാഷണൽ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? നൾ സെറ്റ് ആണ് അല്ലേ, ഫൈ ആണ്. മൂന്നാമത് നോക്കുക. എക്സ് ഒരു ഈവൻ പ്രൈം നമ്പറും ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. എന്താ ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം ആ നമ്പർ മാത്രമേ ഘടകമായിട്ടുണ്ടാവുള്ളൂ അല്ലേ. ഏതാണ് ആദ്യത്തെ പ്രൈം നമ്പർ? 2, അടുത്ത പ്രൈം നമ്പർ 3, അടുത്ത നമ്പർ 5, അടുത്ത നമ്പർ 7. നമുക്കറിയില്ലേ പ്രൈം നമ്പർ. എന്തുകൊണ്ടാണ് 4 പ്രൈം നമ്പർ അല്ലാത്തത്? 4ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം മാത്രമല്ല
2 4ന്റെ ഘടകമാണ്. എന്തുകൊണ്ടാണ് 6 പ്രൈം നമ്പർ ആവാത്തത്? 6ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1ഉം 6ഉം മാത്രമല്ല, 2 ഘടകമാണ്, 3 ഘടകമാണ് അല്ലേ? അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറും 1 മാത്രമേ അതിൻ്റെ ഘടകമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പർ? സ്റ്റാർട്ട് ചെയ്യുന്നത് 2, പിന്നെ 3, പിന്നെ 5, 7, 11 എക്സെട്ര അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെയുള്ള സി എന്ന് പറയുന്ന സെറ്റ്? ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം. ആകെ ഒറ്റ ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ, ഏതാ? 2 മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ള ഓടല്ലേ? 3 ഓടാണ്, 5 ഓടാണ് അല്ലേ? എല്ലാ പ്രൈം നമ്പറും ഓടാണ് എക്സെപ്റ്റ് 2 മാത്രമേ ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൈം നമ്പറും ആയിരിക്കണം, ഈവൻ ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. അപ്പോൾ 2 ഇവിടോ ഇല്ല. ഇനി ഗ്രേറ്റർ ദാൻ 2 ആയിട്ടുള്ള ഈവൻ പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? നൾ സെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് ഏതാണ്? എംപ്റ്റി സെറ്റാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടൈപ്പ് നോക്കാം. രണ്ടാമത്തേതാണ് ഫൈനൈറ്റ് സെറ്റ്. ആ ഹെഡിങ്ങിൽ തന്നെ ഇല്ല എന്താണ് ഫൈനൈറ്റ്? എന്തിന് എപ്പോഴും നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയാം? കുറച്ച് എണ്ണാൻ പറ്റുന്നത്, ഇതാണ് ഫൈനൈറ്റ് അല്ലേ? അപ്പോൾ പറയാം എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ consists of a definite number of elements is called finite set. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഒന്നെങ്കിൽ എംപ്റ്റി സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന എലമെൻറ്റുകളാണ് ഒരു സെറ്റിലെങ്കിൽ അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫൈനൈറ്റ് സെറ്റിൽ എലമെൻസുകളുടെ എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ സിമ്പിൾ ഉണ്ടെങ്കിൽ എൻ ബ്രാക്കറ്റിൽ എന്ന് കണ്ടോ? ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ അത് വായിക്കേണ്ടത് എൻ ഓഫ് എ എന്നാണ്. എന്താണ് എൻ ഓഫ് എൻ്റെ അർത്ഥം? ഏലുള്ള നമ്പർ ഓഫ് എലമെൻ്റ് എന്നാണ്. അപ്പോൾ എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്തുണ്ട്? അത് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ? ആ സിമ്പിളാണ് എന്ത്? എൻ ഓഫ് എ. അപ്പോൾ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 × എക്സ് മൈനസ് 2 = 0. അപ്പോൾ ഇത് ഒരു സെറ്റ് ബിൽഡർ ഫോമിലുള്ള സെറ്റാണ് അല്ലേ? ഇത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണോ നമുക്ക് നോക്കണം. ഓക്കെ, രണ്ടാമത്തെ തന്നിട്ട് ബി = 1 2 3 4 5 7. മൂന്നാമത്തെ സി തന്നിട്ടുണ്ട് എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 2x - 1 = 0 ആയിരിക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെയൊക്കെ എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ റോസ്റ്റർ ഫോം കണ്ടുപിടിക്കാം. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് ഫൈനൈറ്റ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് നോക്കുക. ഇതിൻ്റെ ഒന്നാമത്തിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെൻസും അല്ലേ? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് മൈനസ് 1 × എക്സ് മൈനസ് 2 = 0 ആയിരിക്കും, അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ വരിക? എക്സ് മൈനസ് 1 = 0 സൊല്യൂഷൻ 1 വരും, എക്സ് മൈനസ് 2 = 0 അതിൻ്റെ സൊല്യൂഷൻ 2 വരും. അപ്പോൾ ഇതിലാകെ 2 എലമെൻ്റ് ഉള്ളതാ 1 ഉം 2 അല്ലേ? എ = 1 2. അപ്പോൾ അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ അതിലുള്ള എലമെൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം? എൻ ഓഫ് എ ഇവിടെ കണ്ടില്ലേ? എൻ ഓഫ് എ = 2. എയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 2 എലമെൻ്റ്. അപ്പോൾ എൻ ഓഫ് എ = 2. ഇനി ബി നോക്കാം. ബിയിൽ 1 2 3 5 7 എത്ര എലമെൻ്റ് ഉണ്ട്? 5 അല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്നത് 1 2 3 5 7. അതിലെത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്? എൻ ഓഫ് ബി = 5. മൂന്നാം നോക്കുക. സി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 2x - 1 = 0 സൊല്യൂഷൻ ആയിരിക്കണം. 2x - 1 = 0 സൊല്യൂഷൻ എന്താ? 2x - 1 അപ്പുറത്ത് 1 ആവില്ലേ? അപ്പോൾ 2x = 1, x = 1/2 എന്നാ സൊല്യൂഷൻ വരിക. x = 1/2 നാച്ചുറൽ നമ്പർ ആണോ? ഇല്ല. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? 2x - 1 = 0 സൊല്യൂഷനും ആയിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ സൊല്യൂഷൻ ശരിക്കും ഏതാ? 1/2 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ഇതിൽ എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ സി എന്താണ്? നൾ സെറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോം ഏതാ? നൾ സെറ്റ്. ഇതാണ് സിമ്പിൾ അല്ലേ? ഇനി ഈ സിയിൽ നമ്പർ ഓഫ് എലമെൻ്റ് എത്ര? നൾ സെറ്റ് ആകുമ്പോൾ എലമെൻ്റ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ 0. ഇനി മൂന്നാമത്തെ ഇൻഫിനിറ്റ് സെറ്റ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ലേ? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൈറ്റ് അല്ലാത്തത്. ഇൻഫിനിറ്റ് എന്താണ്? ഫൈനൈറ്റ് അല്ലാത്തത്. ഒരു സെറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് എന്ന് പറയുക. ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് infinite number of elements then it is called infinite set. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ നോക്കാം. x such that x belongs to n and x is a prime. അപ്പോൾ
എക്സ് നാച്ചുറൽ നമ്പറാണ്, പ്രൈമാണ്. അത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഇഷ്ടംപോലെ അല്ലേ? 2, 3, 5, 7, 11, 13 എക്സെട്ര. അങ്ങനെ കുറേ ഇൻഫിനിറ്റിലേക്ക് പോകും. അപ്പോൾ ഒന്നാമത്തത് ഇൻഫിനിറ്റി സെറ്റാണ്. രണ്ടാമത്തെ പി നോക്കുക, എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എൻ ഓഡ് നമ്പർ. എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നാച്ചുറൽ നമ്പർ ഇൻഫിനിറ്റി സെറ്റ് ആണോ? ഏതൊക്കെ ഓഡ് നാച്ചുറൽ നമ്പർ? 1, 3, 5, 7, 9, 11, 13, 15 അല്ലേ? അങ്ങനെ എത്ര ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ അതും ഇൻഫിനിറ്റ് സെറ്റ് ആണ്. മൂന്നാമത്തേതാ? 1, 2 ഏത് രൂപത്തിലാണ് തന്നത്? സെറ്റ് ബിൽഡർ ഫോമിൽ. മൂന്നാമത്തത് എലമെന്റ്സ് ഇങ്ങനെ എഴുതിയിട്ടില്ലേ? അപ്പോൾ അതേതാ? റോസ്റ്റർ ഫോം ആണ്. 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആണ്. അപ്പോൾ അതും ഇൻഫിനിറ്റി സെറ്റാണ്. അപ്പോൾ ചിലത് ഇങ്ങനെ C = 1, 2, 3, 4, 5 എക്സെട്ര തന്നില്ല, അതുപോലെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ റോസ്റ്റർ ഫോമിൽ ചില ഇൻഫിനിറ്റ് സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതിലേ പറ്റുള്ളൂ? സെറ്റ് ബിൽഡർ ഫോമിൽ. അതാണ് നോട്ടായിട്ട് തന്നത്. ഓൾ ഇൻഫിനിറ്റ് സെറ്റ് കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ റോസ്റ്റർ ഫോം. ഫോർ എക്സാമ്പിൾ, എല്ലാ ഇൻഫിനിറ്റ് സെറ്റുകളെയും ചിലപ്പോൾ റോസ്റ്റർ ഫോമിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ അതാ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ഫോം. ഇപ്പോൾ മൊത്തം റിയൽ നമ്പേഴ്സിനെ റോസ്റ്റർ ഫോമിൽ തരാൻ പറ്റില്ല. കാരണം എന്താ? 1 കഴിഞ്ഞാൽ അടുത്ത റിയൽ നമ്പർ ഏതാ? 1.1 ആണോ? ഇല്ല, അതിനേക്കാളും അടുത്താണ് 1.01. അതിനേക്കാളും അടുത്താണ് 1.000001 അല്ലേ? ഒരു റിയൽ നമ്പർ കഴിഞ്ഞാൽ അടുത്ത റിയൽ നമ്പർ ഏതാ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓർഡർ ഇല്ല അല്ലേ? അതാ പറഞ്ഞത്, ബിക്കോസ് ദ എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ് ഡു നോട്ട് ഫോളോ എനി പർട്ടിക്കുലർ പാറ്റേൺ. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ ഒരു നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? റോസ്റ്റർ ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ നാച്ചുറൽ നമ്പറൊക്കെ ആകുമ്പോൾ ക്ലിയർ ആണ് അല്ലേ? 1, 2, 3, 4, 5 എക്സെട്ര എന്നിട്ടാൽ മതി. പക്ഷെ റിയൽ നമ്പേഴ്സിന് ഇങ്ങനെ എക്സെട്ര ആകുമ്പോൾ ഒരു ഓർഡർ കിട്ടില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ഓൾ ഇൻഫിനിറ്റ്സ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ റോസ്റ്റർ ഫോം. അതൊക്കെ പിന്നീട് എക്സാമ്പിളൊക്കെ തരാം. ഓക്കെ, ഇനി ഈക്വൽ സെറ്റ്. നാലാമത്തേതാണ് ഈക്വൽ സെറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഈക്വൽ ആകണമെങ്കിൽ ഒരേ എലമെന്റ് തന്നെ ഉണ്ടാവണം. 2 sets A and B are said to be equal if they have exactly the same elements. എന്താണ്? എയും ബിയും ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയി പോരാ. എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയാൽ പോരാ. പിന്നെന്താ? എയിലും ബിയിലും സെയിം എലമെന്റ് ആണ് ആവണം. ഇനി അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? A = B. ഇനി അതർവൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ, അഥവാ എയിലും ബിയിലും ഒരേ എലമെന്റ് അല്ലെങ്കിൽ the sets are said to be unequal. We write A not equal to B. അപ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ A = B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഒരേ എലമെന്റ്സ് ഉണ്ടാണ്. കുറച്ച് എക്സാമ്പിൾ ഒക്കെ നോക്കാം. എക്സാമ്പിൾസ് നോക്കിയാൽ A = set 1, 2, 3, 4. B = set 3, 1, 4, 2. A, B സെയിം ആണോ? സെയിം ആണ്. കാരണം സെറ്റിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞാലും 3, 1, 4, 2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ A = B എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ നോക്കാം അല്ലേ? A = the set of prime numbers less than 6. B എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. 6ന്റെ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. 6നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ? അതാ 2, 3, 5 അല്ലേ? 6നേക്കാളും ചെറിയ എല്ലാ പ്രൈം നമ്പേഴ്സും 2, 3, 5. ഇനി അപ്പോൾ എയുടെ എന്തായി? റോസ്റ്റർ ഫോം എഴുതി. ഇതേപോലെ ബിയുടെ റോസ്റ്റർ ഫോം എന്താ? 30ന്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സ്. 30ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ? 1, 2, പിന്നെ 3, പിന്നെ 6, പിന്നെ 5, പിന്നെ 10 അല്ലേ? 30 ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ്. അതിൽ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെ? അതും എന്ത് തന്നെയാണ്? 2, 3, 5 തന്നെയാണ്. അപ്പോൾ A = B അല്ലേ? അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് A = B. ഓക്കെ, ഇനി നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ നൾ സെറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലമെന്റ്സും ഇല്ലാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫിനൈറ്റ്? ഫൈനൈറ്റ് ഏതാണ്, ഇൻഫിനിറ്റ് ഏതാണ് കണ്ടുപിടിക്കുക. മൂന്നാമത്തത് എന്താണ്? ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ A = B ഓർ നോട്ട്. എയും ബിയും ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മളിത് ഈക്വൽ ആണോ എന്നൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്തു തരണം. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നാക്കി ഉഷാറായിട്ട് പഠിക്കണമെന്ന് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്.